ഇതൊരു നേറ്റീവ് അമേരിക്കൻ സ്റ്റോറിയാണ്. ഒരാൾ ആളുടെ വീട്ടിലേക്ക് നടന്നു പോയിട്ടിരിക്കുമ്പോൾ ഒരു പട്ടി അയാളെ ഫോളോ ചെയ്യും. ആ പട്ടിക്ക് നല്ല സൈസ് ഉണ്ടായിരുന്നു, ഭയങ്കര ബിഗ് ആയിരുന്നു ആ പട്ടി. അപ്പോൾ ആൾക്ക് ആദ്യം പേടിയാവും. പക്ഷേ ആ പട്ടി ഭയങ്കര സ്വീറ്റായിട്ടാണ് ആളുടെ അടുത്ത് ബിഹേവ് ചെയ്തത്. അപ്പോൾ ആൾ വിചാരിച്ചു, ഓക്കെ, മേ ബി എനിക്കൊരു പുതിയ പെറ്റിനെ കിട്ടി. അങ്ങനെ ആ പട്ടി ആളെ ഫോളോ ചെയ്ത് ആളുടെ വീട് വരെ എത്തി. ആൾ ആ പട്ടീനെ വീട്ടിൽ കയറ്റി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആ പട്ടി ഇപ്പോഴും ആളുടെ കൂടെ തന്നെയുണ്ട്. ആ പട്ടി ആ വീടുമായിട്ട് ഇണങ്ങി, ആളും ആ പട്ടിയായിട്ട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇവർ പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാളുടെ ഫ്രണ്ട് വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരും. ആ ഫ്രണ്ട് ഒരു വിച്ചാണ്. അപ്പോൾ ഈ വിച്ച് ആ പട്ടീനെ കണ്ടപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുടെ അടുത്ത് പറയും, നമുക്ക് പ്രൈവറ്റായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ അവൻ അവളെ ഫോളോ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഫ്രണ്ട് അവനോട് ചോദിക്കും, നിനക്ക് എവിടുന്ന് ആ പട്ടീനെ കിട്ടിയാണ്? അപ്പോൾ ആൾ പറയും, അതെന്നെ ഫോളോ ചെയ്യുന്ന ഒരു ദിവസം, ഇപ്പോൾ അതെൻ്റെ പെറ്റാണ്. അപ്പോൾ ആ ഫ്രണ്ട് പറയും, അത് ഒരു നായയല്ല, അതൊരു മനുഷ്യനാണെന്ന്. ആ പട്ടി ഒരു നഗ്വാൽ ആണെന്ന്. അതായത് ഈ സ്കിൻ വാക്കറിനെ പോലെയുള്ള വേറൊരു സാധനം, ഈ ഷേപ്പ് ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഈ ആൾക്കാർ ജനിക്കുന്നത് അവർക്കൊരു സെർട്ടൈൻ ആനിമലായിട്ട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. ഇവരൊരു ആനിമലിനെ ടാപ്പ് ചെയ്താൽ അവർക്ക് ആ ആനിമലായിട്ട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചിലർ പറയുന്നത് ഇവർ നല്ല ആൾക്കാരാണ്, ചിലർ പറയുന്നത് ഇവർ ഈവിളാണ്. അങ്ങനെന്തോ. ഈ ഫ്രണ്ട് ഇവൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും, നീ ഈ പട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും പാർട്ട് ഓഫ് ദ ഫാമിലി ആക്കിയതും എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നും പിന്നെ ഇവഞ്ച്വലി ആ ഡോഗ് നിൻ്റെ ഓണറായി മാറുന്നു. പിന്നെ ഇയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ആളുടെ വീട്ടിലേക്ക് കയറി ചെല്ലും. പട്ടി ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ആൾക്ക് എപ്പോഴോ ഈ പട്ടി സംസാരിച്ചതുപോലെ ആൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അയാൾ പേടിച്ചിട്ട് ഇയാളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇതിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന്. അവൾ പറയും, അതിനെ നീ കൊല്ലണമെന്ന്. അപ്പോൾ അവൻ പറയും, ഓക്കെ, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അവൾ പറയും, ഓക്കെ, ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഇവർ വീട്ടിൽ വന്നിട്ട് ആ പട്ടീൻ്റെ മേലെ ലീഷ് ഇട്ടപ്പോഴും പട്ടി നോർമലായിട്ടൊരു പട്ടി ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ബിഹേവ് ചെയ്തു. എന്നിട്ട് ഇവർ ഈ പട്ടീനെ അവരുടെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴും ആ പട്ടീനെ പോലെ തന്നെ ബിഹേവ് ചെയ്തു. പിന്നെ ആ ഒരു ഉൾപ്രദേശമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ആ പട്ടീനെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. അപ്പോഴും ഈ പട്ടി ഒരു പട്ടീനെ പോലെ തന്നെ ബിഹേവ് ചെയ്തു. മരത്തിൽ കെട്ടിയിടുമ്പോൾ ഈ പട്ടി റിയാക്ട് ചെയ്യൊന്നുമില്ലായിരുന്നു. അങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം ഇയാളുടെ ഫ്രണ്ടിനെ നോക്കിയിട്ട് പറയും, നൗ വാട്ട്? ആളുടെ തോക്കുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇയാൾ തോക്കെടുത്ത് ആ പട്ടീനെ ഷൂട്ട് ചെയ്യും. അപ്പോഴും ആ പട്ടി ഒരു പട്ടീനെ പോലെ തന്നെ ബിഹേവ് ചെയ്തു. ആ പട്ടി അപ്പോഴും അവരെ സ്റ്റെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് സംഭവിക്കുന്ന വിചാരിച്ചെന്നുള്ള പോലെ അവരെ സ്റ്റെയർ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇയാൾ പേടിച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് നീങ്ങിയിട്ട് ആളുടെ ഫ്രണ്ടിനെ നോക്കിയിട്ട് പറയും, നൗ വാട്ട്? അപ്പോൾ ആ ഫ്രണ്ട് പറയും, ലെറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. അങ്ങനെ ഇവർ ആ ഭാഗത്തു നിന്ന് അവിടെ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഇവരൊരു ഫോളോയിങ് കേൾക്കും. ആരോ ഇവരെ ഫോളോ ചെയ്യുന്ന ശബ്ദം കേൾക്കും. എന്നിട്ട് ഒരു ശബ്ദവും, ഹേ ഡോണ്ട് ലീവ് മീ ഹിയർ, ഡോണ്ട് ലീവ് മീ ഹിയർ, ഐ ആം യുവർ ഫ്രണ്ട്, ഡോണ്ട് ലീവ് മീ ഹിയർ. അപ്പോൾ ആ വിച്ച് ഫ്രണ്ട് അവൻ്റെ അടുത്ത് പറയും, തിരിഞ്ഞ് നോക്കരുത് എന്ന്. അങ്ങനെ ഇവർ നേരെ വീട്ടിലെത്തി. എന്നിട്ട് പിറ്റേ ദിവസം ആ പട്ടീനെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് ചെന്നപ്പോൾ പട്ടി അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ ലീഷ് കീറി പറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മരത്തിന് ചുറ്റും പല മൃഗങ്ങളും പിച്ചി ചിന്തി കിടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ്റെ അടുത്ത് ആരെങ്കിലും നഗ്വാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനത് 100% വിശ്വസിക്കാൻ തുടങ്ങും. എന്നിട്ട് അവരെ വിശ്വസിപ്പിക്കാൻ നോക്കും നഗ്വാലസ് റിയലാണ്.